എന്നിട്ട് നീച്ചാ മതി. എന്റെ ഒരു സമാധാനത്തിനെങ്കിലും ഞാൻ ഇപ്പൊ വരാം. ഇക്ക, എന്താ ഇക്ക നിങ്ങൾ ഇങ്ങനെ? നിങ്ങൾക്ക് ആ പാത്തിനോട് ഒന്ന് സംസാരിച്ചൂടെ? ഇജ് എന്റെ പണി എന്താച്ചാ നോക്ക്, ഇജ് ഇന്റെ കാര്യത്തിൽ ഇടപെടണ്ട. നിങ്ങൾക്ക് എന്താണ് ഐറ്റങ്ങളോട് ഇത്രക്ക് കീറാ? ഐറ്റങ്ങൾ എന്താ നിങ്ങളെ കാട്ടിയത്? അതെങ്കിലും നിങ്ങൾ എന്നോടൊന്ന് പറയോ? എന്തിനാണ് ഈറാന്നോ? പണ്ട് മുതലേ ആരാന്റെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഓല് ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്നും പട്ടിണി ദാരിദ്ര്യം എങ്ങനെയൊക്കെ വളർന്നു. ഞാൻ പഠിച്ച് നല്ലൊരു ജോലിയായി സെറ്റിലായപ്പോ ഇപ്പൊ ഞാൻ നോക്കണം തന്തനെയും തള്ളനെയും. ഇക്ക് ഇന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ ഈ തന്തനെയും തള്ളനെയും ഒന്നും നോക്കാനൊന്നും ഇന്നെ കൊണ്ട് നിങ്ങൾ പറ്റൂല. ഇങ്ങനൊന്നും കാട്ടരുതിട്ടാ. ആ പാവത്തുങ്ങൾക്ക് നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ല. ഒരു ഉപ്പ ഇമ്മ ഇല്ലാത്തതിന്റെ വിഷമക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. കണ്ണില്ലാതാകുമ്പോഴേ കണ്ണിന്റെ വില അറിയുള്ളൂ നിങ്ങക്ക്. ഓ, അണക്ക് ഇത്രക്ക് സങ്കടാണെങ്കിലേ ഈയും പൊയ്ക്കോ ഓലെ പിന്നാലെ. ഇജില്ലെങ്കിലേ ജീവിക്കാൻ അറിയാം. പോടി എവിടുക്കാച്ചാ. നമ്മളമ്മ പോവാണ്. ഇപ്പൊ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇമ്മ എന്താ പറയണ്ടെന്ന് അറിയില്ലപ്പ. ഉമ്മയുടെ കുട്ടിയുടെ പോലെ ഒരു മരവ കിട്ടിയ ഉമ്മാന്റെ ഇപ്പാന്റെ ഭാഗ്യം. പക്ഷെ അത് അനുഭവിക്കാനുള്ള വിധി ഞങ്ങൾക്കില്ല. ഓനോട് ഒരു ദേഷ്യമില്ല. ഞാൻ ഒരിക്കലും അവനെ ശപിക്കണമില്ല. എന്തുകൊണ്ടാന്ന് അറിയമ്മയുടെ കുട്ടിക്ക് എന്റെ മകനായി പോയില്ല. ഓന് കാണാതിരിക്കാനൊന്നും എനിക്ക് പറ്റൂലല്ല. കേറി ചെല്ലാനും കൂടി ഒരു സ്ഥലമില്ല. എന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ എന്റെ